2025 ജനുവരി 10 മുതൽ ഇറ്റലിയിൽ ടൈപ്പ് ഡി വിസകൾക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഇറ്റാലിയൻ കോൺസുലേറ്റുകളിൽ വിരലടയാളം രേഖപ്പെടുത്തുന്നതിനായി പ്രത്യേക അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്. സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ പുതിയ നിയമം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ പ്രക്രിയ കൂടുതൽ സങ്കീർണവും ചെലവേറിയതാകുമെന്നാണ് റിപ്പോർട്ട്. 90 ദിവസത്തിലധികം ഇറ്റലിയിൽ തങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കാണ് ടൈപ്പ് ഡി വിസകൾ നൽകുന്നത്. ബിരുദാനന്തര അല്ലെങ്കിൽ ഗവേഷണ പ്രോഗ്രാമുകൾ പിന്തുടരുന്ന അന്തർദേശീയ വിദ്യാർത്ഥികൾക്കാണ് ഈ വിസ ലഭിക്കുക. ജനുവരി 10 ശേഷം ഇറ്റാലിയൻ ടൈപ്പ് ഡി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിരലടയാളത്തിനായി കോൺസുലേറ്റുകളിൽ പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പുകളായോ ബാച്ചുകളായോ മുമ്പ് അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇനി അത് നടക്കില്ല. ഇറ്റലിയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 6017 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠന വിസകൾ ലഭിച്ചിരുന്നു. 2023 5196 2019 4791 ഇത്. പുതിയ വിരലടയാള നിയമം വിസ പ്രക്രിയയെ കൂടുതൽ ചെലവേറിയതാക്കുകയും കൂടുതൽ യാത്ര ആവശ്യമായി വരികയും ചെയ്യും. കോൺസുലേറ്റുകളിൽ നിന്ന് വളരെ അകലെ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക. ബിരുദം പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാൻ 12 മാസത്തെ സ്റ്റേ ബാക്ക് ഓപ്ഷനും ഇറ്റലി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ നിയമത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. എന്നിരുന്നാലും പുതിയ വിസ നിയമങ്ങൾ വിദ്യാർത്ഥികൾക്ക് രാജ്യത്ത് താമസിക്കുന്നത് കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് റിപ്പോർട്ട്. കോൺസുലേറ്റ് അപ്പോയിന്റ്മെന്റുകൾക്കായി നിരവധി വിദ്യാർത്ഥികൾക്ക് അധിക യാത്രാ ചെലവുകളും നീണ്ട കാത്തിരിപ്പ് സമയങ്ങളും നേരിടേണ്ടി വരുമെന്ന് ഫോറം ഓൺ എഡ്യൂക്കേഷൻ അബ്രോഡിന്റെ CEO മെലീസ ടോറസ് പറഞ്ഞു. ഇത് ഇറ്റലിയിൽ പഠിക്കുന്നതിനെക്കുറിച്ച് പുനർചിന്തനം നടത്താൻ അവരെ പ്രേരിപ്പിക്കാമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. നാഫ്സ, ഫോറം ഓൺ എഡ്യൂക്കേഷൻ അബ്രോഡ് തുടങ്ങിയ US ആസ്ഥാനമായുള്ള ഗ്രൂപ്പുകൾ പുതിയ നയത്തെ വിമർശിക്കുന്നുണ്ട്. ഗ്രൂപ്പ് അപേക്ഷകൾ നീക്കം ചെയ്യുന്നതും പേപ്പർ വർക്കുകൾ വർദ്ധിപ്പിക്കുന്നതും വിദ്യാർത്ഥികളെ ഇറ്റലി അല്ലാതെ മറ്റ് രാജ്യങ്ങളോ ചെറിയ പ്രോഗ്രാമുകളോ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും അവർ പറയുന്നു. വിസ പ്രോസസ് ചെയ്യുന്നതിന് കൂടുതൽ ജീവനക്കാരെ എടുക്കുകയോ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിലോ ഓണററി കോൺസുലേറ്റുകളിലോ വിദ്യാർത്ഥികളെ ഫിംഗർ പ്രിന്റിംഗ് ചെയ്യാൻ അനുവദിക്കുന്നത് പോലുള്ള ബദലുകൾ പരിഗണിക്കാനും നാഫ്സയും മറ്റ് ഗ്രൂപ്പുകളും ഇറ്റലിയോട് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് ഇറ്റലിയിൽ മികച്ച സ്വീകാര്യതയാണുള്ളതെന്നാണ് റിപ്പോർട്ട്. ഇറ്റലിയിൽ ജോലി ലഭിക്കാൻ നഴ്സുമാർക്ക് സാധാരണ ആവശ്യപ്പെടുന്ന യോഗ്യതകൾ മാത്രം മതിയാകും. ഒരു നല്ല നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള ഡിഗ്രി, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുള്ള പ്രവൃത്തി പരിചയം, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഭാഷാ പരിചയം തുടങ്ങിയ യോഗ്യതകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരിഗണിക്കുന്നത്. ഇറ്റലി അംബാസഡർ അന്റോണിയോ ബർട്ടോളിയുമായി ന്യൂഡൽഹിയിലെ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ഇറ്റലിയിലെ വിവിധ സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് ബർട്ടോളി പറഞ്ഞിട്ടുമുണ്ട്. ഇന്ത്യയുമായി ഇറ്റലി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.